അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ,
നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം, പലർക്കും പല വചനമായിരിക്കും ക്രിസ്മസ്. എൻ്റെ മനസ്സെപ്പോഴും വരണത് ഈ ലൂക്ക 2:30-31 വചനങ്ങളാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിനെ വന്നപ്പോൾ വെഹ്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ഇത് ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതിച്ച് ക്രിസ്മസിനെ ഉണ്ണി ചുംബിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല, ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാ. കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട്
ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ സാംസ്കാരിക ഇൻവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പം ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ലോ. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചിലരെ തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ നമ്മളുടെ അടിവേരികൾ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്. അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 10-90കളിൽ നടന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ എന്താണ് അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല. ഉണ്ട്, അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണം ഇതാണ്. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതാണ് ക്രിസ്തു. ആ സദ്വാർത്തയുടെ സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. എൻ്റെ പേര് സിസ്റ്റർ സനി സിസിലി. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ സിൽ എന്ന ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. എൻ്റെ കോൺവെൻറ്റ് എറണാകുളം വെണ്ണല എന്ന സ്ഥലത്താണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 16/9/2024 കഴിഞ്ഞ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു വർഷം ഞാൻ ഉടമ്പടിയിൽ തീരുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും ധാരാളമായി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാത്ത ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അധികാരികൾ കഴിഞ്ഞ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം തികയുന്ന ആ സമയത്ത് സെപ്റ്റംബറിൽ എൻ്റെ അധികാരികൾ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ട്രാൻസ്ഫർ തരികയുണ്ടായി. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണിത്. അപ്പം അങ്ങനെ സെപ്റ്റംബർ തുടങ്ങിയപ്പോൾ മുതൽ 2ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും പേപ്പർ വർക്കുകൾ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അമേരിക്കയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം
വളരെയധികം സ്ട്രഗിൾ നേരിടുന്നൊരു സമയമാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചു. എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു തടസ്സങ്ങളുടെ ഒരു മാല തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, തടസ്സങ്ങൾ തുടങ്ങുമ്പോൾ അത് ഉറപ്പാണ് പരിശുദ്ധ കൃപാസന മാതാവ് നമ്മുടെ കൂടെ എന്ന് തന്നെയുള്ള തെളിവാണെന്ന്. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ അമേരിക്കൻ എംബസിയിൽ എൻ്റെ അധികാരികൾ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും അതിൽ കുറച്ച് അവർ രണ്ടാമത് ഇത് പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ട് ഇനിയും കുറച്ച് പേപ്പറുകൾ കൂടി അവർ ആവശ്യപ്പെട്ടു. അത് ഒരിക്കൽ പോലും നമ്മുടെ അധികാരികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഡോക്യുമെൻറ്റ്സാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ തുടർച്ചയായിട്ട് പരിശുദ്ധ അമ്മയിലും ഈശോയിലും ആശ്രയിച്ചുകൊണ്ട് ഇത് ദൈവഹിതമെങ്കിൽ നടത്തിത്തരണമെന്ന് പറഞ്ഞ് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരിക്കൽ പോലും അവർ ചോദിക്കാത്ത രീതിയിലുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് എംബസിയിൽ നിന്ന് അപ്രൂവേഷൻ ലഭിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അതിലെനിക്ക് വളരെയധികം വിശ്വാസമായിരുന്നു. കാരണം ഈ അമേരിക്കൻ വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സിംഗ് ആണ്. അപ്പം പല പേപ്പറുകളും സബ്മിഷൻസും അപ്രൂവേഷനും വിസയും അതെല്ലാം കിട്ടാനുണ്ട്. അപ്പം പല മെയിലുകളും എനിക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡേറ്റുകൾ, പ്രത്യേകിച്ച് ഒക്ടോബർ 7, അതുപോലെ 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ്, അതുപോലെ 22, 24 എന്നീ ഡേറ്റുകൾ ഞാനിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എത്രയൊക്കെ ഡേറ്റുകൾ ഇട്ടിരുന്നോ ആ എല്ലാ ഡേറ്റുകളും തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അതിൻ്റെ മെയിലായിട്ടും അപ്രൂവേഷൻസ് ആയിട്ടും എല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം പിന്നീട് അപ്രൂവേഷൻ കിട്ടിയതിന് ശേഷം എനിക്ക് ചെന്നൈയിൽ അമേരിക്കൻ എംബസിയിലെ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തു. പക്ഷേ അവിടെ നിന്ന് USA നിന്ന് എനിക്കയച്ച ആ അപ്രൂവേഷൻ ലെറ്റർ, ഇത്രയും നാളും പെൻഡിങ് ആയി കിടന്ന് അപ്രൂവേഷൻ കിട്ടിയ ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഒറിജിനൽ കോപ്പി വേണമായിരുന്നു. അവിടെ നിന്ന് അവരഴക്കുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി എനിക്ക് കിട്ടണം. ആ കോപ്പിയും കൊണ്ടാണ് ഞാൻ US കോൺസുലേറ്റിൽ ചെന്നൈയിൽ പോകേണ്ടത്. പക്ഷേ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട ആ പേപ്പർ, എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാരണം അത് അവിടെ ക്ലൈമറ്റ് വെതർ തണുപ്പായതുകൊണ്ട് അവർ ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റ് വേറെ വഴി പോയി അമേരിക്കയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് സ്ഥലത്തേക്ക് അത് മാറിപ്പോയി. അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ എങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചിരുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഇത് ദൈവഹിതമാണെങ്കിൽ എനിക്ക് തരും, ഇല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി മാതാവിനെ കാണാൻ വേണ്ടി രാവിലെ ഞാനും അമ്മയും അപ്പച്ചനും കൂടി രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ആൻറ്റി ഫോണിൽ മെസ്സേജ് അയച്ചു, ലെറ്റർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഡൽഹിയിൽ എത്തിയെന്ന് രാവിലെ തന്നെ മെസ്സേജ് വന്നു. അപ്പം എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ അമ്മേനെ കാണാൻ വരുന്ന രാവിലെയാണ് ആ മെസ്സേജ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. അത് എന്നിട്ടും പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ടും അതവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഡൽഹിയിൽ തന്നെയായിരുന്നു കിടക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഇത് ദൈവഹിതമെങ്കിൽ അമ്മ എനിക്ക് തരിക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന്. അങ്ങനെ അതിനുശേഷം എനിക്ക് ബയോമെട്രിക് ചെക്കിങ്ങും അതുപോലെ ഇൻ്റർവ്യൂവും ചെന്നൈയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബയോമെട്രിക് ചെക്കിങ്ങിന് വേണ്ടി ഞാൻ 9-ാം തീയതി ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നേരത്തെ പോയി. 11-ാം തീയതി ആയിരുന്നു. പക്ഷേ 9-ാം തീയതി ഞാൻ പോയത് കൊണ്ട് എനിക്ക് അതെൻ്റെ കയ്യിൽ കിട്ടാതെയാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിൽ പോലും അത് ബയോമെട്രിക്കിന് വേണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് മാത്രം മതിയായിരുന്നു. ഇൻ്റർവ്യൂ 18-ാം തീയതി ആയിരുന്നു. ഞാൻ അവിടെ 11-ാം തീയതി ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു, 11-ാം തീയതി എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ എനിക്ക് എൻ്റെ കോൺവെൻറ്റിൽ വന്നെന്നുള്ളത്. അതിനിടയിലും കുറേ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണെങ്കിലും അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് 2019 മുതൽ. ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാനന്ന് എൻ്റെ മനസ്സിൽ മാതാവ് കാണിച്ച ഡേറ്റ് ആയിരുന്നു 11. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയും തടസ്സങ്ങൾ നീണ്ടെടുത്ത് 16-17 ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ആ ലെറ്റർ എൻ്റെ
കയ്യിൽ കിട്ടാൻ കാരണം മാതാവ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റാണ് 11. ആ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് ഇത്രയും വളഞ്ഞ് മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ഇത് 18-ാം തീയതി ആദ്യത്തെ ഡേറ്റ് കിട്ടിയത്, ഇൻ്റർവ്യൂവിന് കിട്ടിയത് January 6 പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ടെൻഷൻ എടുപ്പിച്ച് എന്നെ ഇരുത്തല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കതൊന്ന് ഇത്തിരി നേരത്തെ ആക്കിത്തോ തന്നെ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്മസ് ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നീട് December 18 ആക്കി കിട്ടുകയും എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോവുകയും ഇൻ്റർവ്യൂ വളരെയധികം സ്മൂത്തായിട്ട് പോവുകയും, കാരണം അവരെന്നോട് എനിക്ക് 2 ക്വസ്റ്റ്യൻസിന് മാത്രമേ എനിക്ക് സെൻറ്റൻസിൽ ആൻസർ പറയേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ യെസ് എന്ന് പറയുന്ന ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ എംബസിയിലിരുന്ന ആ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടാതെ വന്നപ്പോൾ വേറൊരു 18-ാം തീയതി ആയിരുന്നു അത്, November 18. ഞാൻ തലേ ദിവസം രാത്രി എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാണ്, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് രാത്രി ഞാൻ 18-ാം തീയതി രാത്രി എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അത്ഭുതമെന്നോണം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ രാവിലെ എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നേക്കുന്നു. എൻ്റെ ആൻറ്റി എനിക്ക് വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു വാട്സപ്പിൽ, നിൻ്റെ വിസ അപ്രൂവ്ഡ് ആയിന്ന്. അപ്പം എനിക്ക് സന്തോഷം കണ്ണീരാണ് വന്നത്. കാരണം വചനത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ 18-ാം തീയതി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അവരുടെ വാഗുകൊണ്ട് എനിക്ക് കേൾക്കണം കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അതുപോലെ മാതാവിനോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആ മാഡം, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, വിത്തിൻ 1 വീക്ക് യു വിൽ റിസീവ് ദ പാസ്പോർട്ട്. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതിനുശേഷം ഞാൻ തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ തന്നെ പറഞ്ഞു പോയി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്രൂവേഷൻ കഴിഞ്ഞപ്പോൾ, മാതാവേ ക്രിസ്മസിന് സമ്മാനം എന്നോണം എനിക്ക് ഉണ്ണീശോയിൽ നിന്ന് ഇത് 24-ാം തീയതി നീ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം 25-ാം തീയതി ഇവിടെ പാസ്പോർട്ട് ഓഫീസോ ഒന്നും ഇല്ല താനും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്കിത് 24-ാം തീയതി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ആ കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ എൻ്റെ റൂമിലുള്ള മാതാവിൻ്റെ ഫ്രണ്ടിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചതായിരുന്നു ഇത്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്താ എൻ്റെ വിസ വരാത്ത 22-ാം തീയതി എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്താണാവോ വരാത്തതെന്ന്. ഞാൻ ഈ കാര്യം വിട്ടുപോയായിരുന്നു. പിന്നീട് ഞാൻ 23-ാം തീയതി അവിടെ ചെന്ന് അന്വേഷിച്ചു വരാഞ്ഞപ്പോൾ. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ വിസ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആധാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, ഞാൻ ആധാർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ നാളെ വരിക എന്ന്. അപ്പോൾ നാളെ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ വിസ 23 വന്നെന്ന്. എൻ്റെ കയ്യിൽ എനിക്ക് വിസ മാതാവ് തന്നത് December 24-ാം തീയതി ക്രിസ്മസിന് സമ്മാനമായിട്ട് ഉണ്ണീശോയിൽ നിന്ന് വാങ്ങി തന്നാണ് എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഈ വിസ. ഇതിനൊന്നും യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈശോയും മാതാവും ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കര വണ്ടറാണ്. എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അധികാരികളാണ് എനിക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത്. എൻ്റെ ടിക്കറ്റ് ഡേറ്റ് December 31 രാവിലെ 4 മണിക്ക്. ഞാൻ വേറൊരു സിസ്റ്ററും കൂടിയുണ്ട്, ഞങ്ങൾ 2 പേരും കൂടി US പോവുകയാണ്. ഞാൻ അമേരിക്കയിൽ എത്തുന്നതും അവിടുത്തെ 31-ാം തീയതിയാണ്. കാരണം അമേരിക്കയും ഇന്ത്യയും വ്യത്യാസമുണ്ട്, രാത്രിയും പകലും. അപ്പോൾ ഇവിടുത്തെ 31-ാം തീയതി ഞാൻ പോകുന്നു. അവിടുത്തെ രാവിലത്തെ ഉച്ചയ്ക്ക് 12:50 ഞാൻ 31-ാം തീയതി അമേരിക്കയിലെത്തും. ന്യൂ ഇയറിന് തൊട്ട് മുൻപായിട്ടാണ് ഞാൻ അമേരിക്കയിലെത്തുന്നത്. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരു പുതുവർഷം ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഒരു രാജ്യത്തേക്ക് എന്നെ മിഷണറി ആയിട്ട് കൊണ്ടുപോകുന്നതിന് ദൈവനാമത്തിനും പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ
കൂടുതലും ഞാൻ പേപ്പറുകൾ കൊടുക്കുമായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ കടകളിലൊക്കെ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഓട്ടോയിൽ സ്റ്റാൻഡിൽ കൊടുക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സും ഈ പണിയൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ്, അപ്പം ചേട്ടനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യുമല്ലോ. ആദ്യമൊക്കെ ഒരു മടിയുണ്ടായെങ്കിൽ പോലും പിന്നീട് ഞാൻ അത് വാങ്ങിക്കൊടുത്തു. അതുപോലെ ചെന്നൈക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എനിക്ക് ഭാഷ അറിയത്തില്ല, തമിഴ് ഹിന്ദി ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ തമിഴ് പേപ്പർ വാങ്ങിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അവിടുത്തെ 2-3 അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ തമിഴ് പേപ്പറും കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കോൺഗ്രിഗേഷനിലെ വേറെ സിസ്റ്റേഴ്സും അവരും ഞങ്ങൾ മിഷൻ കോൺഗ്രിഗേഷനാണ്, ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വേറെ മറ്റു സിസ്റ്റേഴ്സും ആണെങ്കിലും അതുപോലെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും ഇങ്ങോട്ട് സാക്ഷ്യം വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം പല ബൈബിളിലെ വചനങ്ങളെല്ലാം എത്രയോ അർത്ഥവത്താണ്. വചനം മാംസം ധരിച്ച ഈശോയുടെ തിരുനാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് സത്യമാണ് എന്നതാണ് ഈ ഒരു സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നീട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കാണെങ്കിലും പ്രാർത്ഥിച്ച 2 വചനങ്ങളാണ്. സഫാനിയ 3:17, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മധ്യേയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വചനം പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പം ഈ വചനങ്ങളെല്ലാം എനിക്ക് വളരെയധികം ആശ്വാസം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് മുതൽ ഞാനെടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ 1 വർഷം തികയുന്നത് വരെ, അതായത് എന്നെ മാതാവ് കൊണ്ടുപോകുന്നത് ഒരു ന്യൂ ഇയർ വർഷത്തിലേക്കാണ്. അടുത്ത ന്യൂ ഇയർ വർഷം വരെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും ഓരോ ബൈബിൾ വചനം ഇടുന്ന ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടുണ്ട്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കൃപാസന മാതാവ്, പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് എത്രയോ കറക്റ്റായിട്ടുള്ള സമയത്താണ് എന്നെ അമ്മ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നിൽ പോലും നമ്മൾ ഒരിക്കലും ആകുലരാകുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ വേണ്ട എന്ന് ഇതെന്നെ പഠിപ്പിച്ചു. കാരണം എപ്പോഴാണോ ദൈവം നമുക്ക് വേണ്ടി സമയം ഒരുക്കി വെച്ചിരിക്കുന്നത്, സമയത്തിൻ്റെ തികവിൽ പരിശുദ്ധ കൃപാസന മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തൻ്റെ പ്രിയപുത്രനായ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും എന്നതിനുള്ള വലിയ ഉറപ്പാണ് എൻ്റെ ഈ സാക്ഷ്യം. ദൈവത്തിനും എന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ ആൻ്റണി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എടത്വ പാണ്ടി ഫാത്തിമ മാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മെയ് 10 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാ കുട്ടികളെയും പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും പാസ്സായി പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ +2 ഞാൻ അങ്ങനെ പാസ്സായി പോയതിന് ശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ തന്നെ പാസ്സായിപ്പോയി. വല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പാസ്സായിപ്പോയി. അതിനുശേഷം 2022 മെയ് 10 ഞാൻ തേർഡ് ഇയർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മേനെയും തിരുക്കുമാരനെയും കൂട്ടുപിടിക്കുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കുരിശോര പ്രാർത്ഥനയും മുടക്കത്തില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു. അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാം ആയപ്പോൾ ഞങ്ങൾക്ക് 1 അവറോളം കൂൾ ഓഫ് ടൈമാണ് എക്സാമിന്. അപ്പോൾ എക്സാം സെൻറ്ററിലേക്ക് ഞാൻ പോയി. ആ 1 അവർ കൂൾ ഓഫ് ടൈമിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃപാസന ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി, എൻ്റെ കൈകളിൽ പുരട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ അമ്മയുടെ കാശുരൂപം, വെഞ്ചരിച്ച കാശുരൂപം ഒരു കൊന്തയിലാക്കി അത് കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാം തുടങ്ങിയപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ എക്സാം എഴുതുക. പക്ഷെ അന്ന് ഞാൻ ആ 4th ഇയറിലെ എക്സാമിന് എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപമുണ്ട്. എൻ്റെ കൈ എത്ര വിയർത്താലും ഞാൻ ആ കാശുരൂപം താഴെ വെക്കത്തില്ലായിരുന്നു. കൈ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പോലും ഞാൻ എൻ്റെ ഇടത് കയ്യിൽ അത് പിടിച്ചിട്ടുണ്ടാവും, അതൊന്നും ഞാൻ താഴെ വെക്കത്തില്ലായിരുന്നു. എന്നിട്ട് വലത് കൈ കൊണ്ട് എക്സാം എഴുതി എനിക്കൊന്ന് തല പൊക്കി നോക്കാൻ പോലും സമയമില്ല. അതുപോലെ ആശയങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് എൻ്റെ പേന ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. സാധാരണ പോലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു ദിവസം പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണെന്ന്. അപ്പം ഞാൻ ഓർത്തു പാസ്സാവുമായിരിക്കും, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും, എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മിടുക്കും ഒരു കൃപയും ഒരു കഴിവും ഇല്ലാത്ത എനിക്ക് ഡിസ്റ്റിങ്ഷൻ പ്ലസ് ആ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു ഞാൻ. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലാസ്സിൽ MBBSന് സീറ്റ് കിട്ടാഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ടായിരുന്നു, അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുൻപിൽ ഞാനെങ്ങനെ ആ ക്ലാസ്സിൽ ടോപ്പറായെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കാശ് രൂപം എത്ര കൈ കഴിച്ചിട്ട് ഞാൻ ആ കാശ് രൂപം താഴെ വയ്ക്കാഞ്ഞതിൻ്റെ ഫലമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡിസ്റ്റിങ്ഷൻ പ്ലസ് ക്ലാസ് ടോപ്പർ ആവാൻ സാധിച്ചതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതിനുശേഷം നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം OET റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലാഞ്ഞ സമയമായിരുന്നു. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ എക്സ്പീരിയൻസിന് കയറി. ഞാൻ ഡൽഹിയിലേക്കായിരുന്നു എക്സ്പീരിയൻസിന് പോയത്. അപ്പോൾ 2 വർഷത്തോളം ഞാൻ അവിടെ 1 വർഷവും 11 മാസമായി. അപ്പോൾ പതുക്കെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളെല്ലാം പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഞാനും പോകണമല്ലോ, എങ്ങോട്ടേക്ക് പോവും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഏജൻസിക്കാരെല്ലാം ഒരുപാട് പൈസ പറയുവാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഇനി എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരോട് ഇനിയും പൈസ ചോദിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നിങ്ങനെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയുണ്ട്, ഒഡേപെക് എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട്, ആ ഏജൻസിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അതിൻ്റെ സൈറ്റിലൊക്കെ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം ആ ഫ്രണ്ട് എനിക്കൊരു നമ്പറും തന്നു. ആ ഒഡേപെക്കിലെ സ്റ്റാഫിൻ്റെ നമ്പറായിരുന്നത്. അപ്പം ഞാൻ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സൗദിയിലേക്കൊക്കെ ഉണ്ട്, പക്ഷേ ഡാറ്റ ഫ്ലോയും എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ 1.5 ലക്ഷം രൂപയോളം വരും. അപ്പം ഞാൻ ഓർത്ത്, അത്രയും പൈസ എങ്ങനെയാണ് ഈശ്വര എന്നിങ്ങനെ ഓർത്തിട്ട് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം എനിക്കൊരു ദിവസം ഡ്യൂട്ടി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ രാവിലെ ഉടമ്പടി പ്രാർത്ഥന, അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ മാതാവേ, എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങയുടെ കയ്യിലാണെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ്സ് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ സ്റ്റാഫിന് ഒരിക്കലും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും തിരക്കുകളൊക്കെ ഉള്ളൊരു സ്റ്റാഫാണ്. എത്രയോ കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫോംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്ന ആളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബെൽജിയത്തിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എന്തെങ്കിലും ആവട്ടെ, അവർ പറഞ്ഞു, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടുവാണെങ്കിൽ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി മാതാവിൻ്റെ ഇഷ്ടം ഞാൻ ബെൽജിയത്തിലേക്ക് പോകാനാണോ, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ ബെൽജിയത്തിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ എൻ്റെ CV-യും അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു. 800-900 കുട്ടികളോളം നേഴ്സിംഗ് സ്റ്റുഡൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതിൽ 200 പേരുടെ CV-യാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ആ 200 പേരിൽ അവർ എൻ്റെ CV-യും സെലക്ട് ചെയ്തു. അങ്ങനെ CV-യൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്, ബെറ്റർ ഒരു കഫേ പോയി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഫേ പോയി. പതിവ് പോലെ തന്നെ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്നെ, എൻ്റെ ഇടത് കയ്യിൽ തന്നെ ഞാനത് പിടിച്ചേക്കുമായിരുന്നു. നെറ്റിയിൽ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ വലത് കയ്യിൽ, മൗസ് ഉപയോഗിക്കേണ്ട കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി. എന്നിട്ട് ഞാൻ തുടങ്ങി. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, എല്ലാം ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ കണ്ടിട്ട് പോലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നേഴ്സിംഗ് റിലേറ്റഡേ അല്ല ഒന്നും. എന്നിട്ട് ഞാൻ ഓർത്ത് എന്താ ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയമെടുത്ത് ഞാൻ ആലോചിച്ച് പേപ്പറിലൊക്കെ വരച്ചൊക്കെ നോക്കി ഉത്തരം കിട്ടുമെന്ന്. സമയം പോയതല്ലാതെ എനിക്കതിൻ്റെ ഉത്തരമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്ത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 1 മണിക്കൂറത്തേക്കാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യന് തന്നെ ഒരു 45 മിനിറ്റോളം എടുത്തു, ഇനിയും 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് ഓപ്ഷൻസ് ഉള്ള എക്സാം ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇനി ബാക്കി എന്ത് വരട്ടെന്ന് വെച്ച് ചുമ്മാ ഓരോരോ ഓപ്ഷൻസ് അങ്ങ് ഞെക്കി പോയി. അങ്ങനെ ഞാൻ 1 അവർ കൊണ്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പോയി, ഇനിയും കിട്ടൂല, ഇതും പോയി, അപ്പോൾ ബെൽജിയം ആയിരിക്കില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആനുവൽ ലീവിന് വേണ്ടി നാട്ടിൽ വന്നു. ആനുവൽ ലീവിന് നാട്ടിൽ വന്ന സമയമായിരുന്നു ഏപ്രിൽ മാസമായിരുന്നു, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസം എനിക്കിങ്ങനെ ഒഡേപെക്കിൽ നിന്ന് വിളി വന്നു, നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പാസ്സായെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായെന്ന്. കാരണം അതിലൊരു ക്വസ്റ്റ്യൻസ് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഒരെണ്ണം പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതും ഞാൻ നാട്ടിലായിരുന്ന സമയം കൊണ്ട്, ഞാൻ ഡൽഹിയിൽ വെച്ചായിരുന്നു എനിക്ക് ആ കോള് വന്നിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് 3 ദിവസത്തെ യാത്രയുണ്ട്. അതും എനിക്ക് ആനുവൽ ലീവ് വരുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ അടുത്ത ഇൻ്റർവ്യൂവും
എനിക്ക് വേണ്ടി മാതാവ് ഒരുക്കി വെച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. തിരുവനന്തപുരത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ബെൽജിയത്തിലുള്ള വർഗീവേഴ്സുമായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ അവരോട് ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ ഇനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ലേ. ആരും ചവിട്ടാത്തരത്ത് ഒരിടത്ത് കൊണ്ടാണ് ഞാൻ ആ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. പതിവ് പോലെ തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവരെന്തൊക്കെയോ ചോദിച്ചു. അത് ഇംഗ്ലീഷിലായിരുന്നു. അതെന്തൊക്കെയോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിസൾട്ട് എപ്പോഴേലും വരട്ടെ, എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് പോവേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോന്നു. ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ അവർ വിളിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്തെ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇനി എങ്ങനെയാണോ വരുന്നത്, ഇപ്പം ഞാൻ ആനുവൽ ലീവ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഇനി എങ്ങനെ ഞാൻ അവധി ചോദിക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എന്തോ എൻ്റെ ഇൻചാർജ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിനായിരുന്നു, ആ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് കയറി. അന്ന് ഇൻ്റർവ്യൂവിൽ വെച്ച് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആവുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ വിളിക്കും, വിളിച്ചില്ലെങ്കിൽ നിങ്ങളിതിൽ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ അന്ന് പോയ കുറച്ച് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അവരെ എല്ലാവരെയും 2 ദിവസം കൊണ്ട് വിളിച്ചു. പക്ഷെ എന്നെ മാത്രം വിളിക്കുന്നില്ല. ഞാൻ ഓർത്തു ഇനി ഞാൻ സെലക്ട് ആയില്ലേ, എന്നെ വിളിക്കുന്നില്ലേ, ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്, ഇനിയും എനിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ ഓർത്ത് എന്നാൽ പോയി ഇനി നിന്നിട്ട് കാര്യമില്ല, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ICU ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ഡ്യൂട്ടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റണില്ലായിരുന്നു. എപ്പോഴും ഞാൻ ഇത് തന്നെ ചിന്തിക്കുന്നു, ഇത്രയും വരെ എത്തിയിട്ടും മാതാവ് എന്താ എനിക്ക് തരാതെ പോയത്, ഇത്രയും ഇൻ്റർവ്യൂ ഞാൻ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ വന്ന് ചെയ്തതല്ലേ, എന്നിട്ട് എന്താ തരാതെ പോയെന്നുള്ള ഓർത്തുള്ള വിഷമമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും എറണാകുളത്ത് നിന്ന് കോൾ വന്നു, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലും സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ 24 അവർ റിസൈൻ വെച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കറിയത്തില്ല എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ മേന്മയോ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയത്. അങ്ങനെ സെലക്ട് ആയതിനു ശേഷം ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക്, എനിക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ഡച്ച് ആയിരുന്നു, ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അമ്മ എന്നോട് പറയുമായിരുന്നു അവിടേക്ക് പോകുന്നു, പക്ഷേ ഉടമ്പടി ജീവിതം മുടക്കരുത്, കുർബാനയ്ക്കൊക്കെ എന്നും പോകണം. എറണാകുളം ലൂർദിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊന്നും വിശുദ്ധ കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ഒന്നും ഒരു മുടക്കോ ഇല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞായിരുന്നു അതൊന്നും മുടക്കരുത്, അതൊക്കെ കൂടണമെന്ന് തന്നെ പറഞ്ഞു. അവിടെയും മാതാവിൻ്റെ അത്ഭുതം, എനിക്ക് കിട്ടിയ 2 റൂംമേറ്റ്സും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ്ങിലും സെപ്റ്റംബറിൽ ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ അസസ്മെൻറ്റിലും നല്ലൊരു വിജയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അങ്ങനെ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ 6 മാസവും ഞാൻ പഠിച്ചത് സ്റ്റൈഫൻ്റോട് കൂടിയാണ്. ഞാൻ മാതാവിനോട് എങ്ങനെയെങ്കിലും കുറഞ്ഞൊരു തുകയ്ക്ക് എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതുവരെ 1 രൂപ പോലും മുടക്കില്ലാതാണ് ഞാൻ പോകുന്നത്. ഈ വരുന്ന ജനുവരി 13-ാം തീയതി ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ടിക്കറ്റ്, എൻ്റെ വിസ എല്ലാം തന്നെ എനിക്ക് കിട്ടി. ഈ ജനുവരി 13-ന് ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പൈസ കിട്ടി പഠിച്ചു, പ്ലസ് എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു. ലാപ്പ്, ബുക്ക്, പുസ്തകം എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. അവർ നമ്മളെ സ്പോൺസർ ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ നടത്തി. ഞാൻ ഈ വരുന്ന ജനുവരി 13-ന് പോവുകയാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലായിടത്തും ലൂർദ് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും വാർഡുകളിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. ക്രൈസ്തവരാണെങ്കിലും കൊടുക്കുന്ന ആരും തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ അവരത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരത് വാങ്ങിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവരുടെ വിഷമം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ ഞാനത് കേട്ടിരിക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചും കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡാലിയ ജോസ്. ഇതെൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ഞങ്ങൾ വരുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ മെക്കാലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഡിവൈൻ മേഴ്സി പാരിഷിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി, ഒരു സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നെക്കുറിച്ച് ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു.
എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടിയിൽ ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ സാധിച്ചു കിട്ടിയത് ആത്മീയമായ കാര്യങ്ങളായിരുന്നു. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വർഗം ഭൂമിയിലേക്ക് എറിഞ്ഞ ഒരു ചൂണ്ടയാണ് ഉടമ്പടി എന്ന് പറയും. പരിശുദ്ധ അമ്മയാകുന്ന ഈ ചൂണ്ട കൊളുത്തിൽ നമ്മൾ ഒരിക്കലും ഉടക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം നിത്യതയുടെ തീരത്ത് പരിശുദ്ധ അമ്മ നമ്മളെ എത്തിക്കും. എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് ഉടമ്പടി എനിക്കത്ര ഈസിയൊന്നുമല്ല. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, പറയുന്ന നിബന്ധനകൾ പാലിക്കണം. മാനുഷികമായിട്ട് എന്നെക്കൊണ്ട് പലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഉടമ്പടി അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിത്യതയിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മരണം വരെ ഈ ഉടമ്പടി തുടരണം എന്നാഗ്രഹിക്കുന്നതും. ഞാനൊരു നേഴ്സാണ്. ഞാനവിടെ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിപ്പം നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എനിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുന്നതും ഞാൻ എക്സാം എടുക്കുന്നതും. ഞാൻ മാതാവിൻ്റെ രൂപം കൊണ്ട് വെച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എടുക്കുന്നത്. അങ്ങനെ എനിക്ക് 96% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പം ഇനി ഞാൻ പറയുന്നത് എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഉടമ്പടി എടുത്തേ. പിന്നെ എന്ത് സംഭവിച്ചാലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അതിപ്പം കുടുംബത്തിലെ കാര്യങ്ങളാണേലും എൻ്റെ പ്രൊഫഷണലാണെങ്കിലും പേഴ്സണലാണെങ്കിലും അമ്മ കൂടെയുണ്ട്. എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകമോ അങ്ങനത്തെ ഒരടയാളങ്ങളുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. എൻ്റെ ആദ്യത്തെ ഒരു ഭൗതിക കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗമായിരുന്നു. ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ ആ കട വിൽക്കാനുള്ള 2-3 വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അതിനൊരു ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉടമ്പടിയിൽ. ഇപ്പം ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പ് നവംബർ 20-ാം തീയതി അത് കോൺട്രാക്റ്റ് ചെയ്തു. പരിശുദ്ധ അമ്മ അത് ഭംഗിയായിട്ട് നടത്തിത്തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഇത് എൻ്റെ മോള് ആർക്കൻസായിൽ അവിടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയപ്പം ഞങ്ങൾ സാധാരണ പോകുമ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള സ്വർണവും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും. കാരണം വീട്ടിലൊന്നും അത്ര സേഫ് അല്ല. അപ്പം ഞാൻ എൻ്റെ ബാഗിനകത്ത് എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് ഞാൻ എൻ്റെ സ്വർണവും എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ വേണ്ടി കയറിയപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. ഇതെല്ലാം ഉള്ള ബാഗായിരുന്നു. പക്ഷെ അതിനകത്തൊരു ആ ബാഗിനകത്തൊരു ഉടമ്പടി പേപ്പറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ബാഗ് മിസ്സായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ബാഗ് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണല്ലോ പോകുന്നത്. അതൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്ഥലമാണത് ശരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ സ്വർണ്ണവും എല്ലാം അതിനകത്താണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഒരു സാധനവും നഷ്ടപ്പെടാതെ എനിക്കെൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ കടക്കാരനെ വിളിച്ചു ചോദിച്ചപ്പം അയാൾ പറഞ്ഞു ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയില്ല അതിനകത്തുനിന്ന് എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഒരു 1/4 മണിക്കൂറുണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോൾ അവരവരുടെ കൗണ്ടറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബാഗ്. അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഇത് ആ കൃപാസനം പേപ്പർ അത് പൊതിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് സ്വർണ്ണം എല്ലാത്തിൻ്റെയും പുറത്ത് ആ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയാണ് അത് സംരക്ഷിച്ചതെന്ന്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ്, തേന് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ തൈലം എന്നും കുരിശ് വരച്ച് കഴിയുമ്പം ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ പൂശി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതുപോലെ വിശുദ്ധ ഉപ്പിൻ്റെ ഉപയോഗം ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. 1 മാസമായി വിളിച്ചു, പല ഫോണുകളിൽ നിന്ന് വിളിച്ചു, അവിടെ ചെന്ന് നോക്കി, ഒരിക്കലും അയാൾ ഓഫീസിലുണ്ടാകത്തില്ല, റെസ്പോണ്ട് ചെയ്യില്ല. അവസാനം ഹസ്ബൻഡ് കുറച്ച് വിശുദ്ധ ഉപ്പെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ആർക്കിടെക്റ്റ് റെസ്പോണ്ട് ചെയ്യുകയും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്തു തരികയും ചെയ്തു. പിന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ട്രംപിൻ്റെ ഡിപ്പോർട്ടേഷനും അതുപോലെ തന്നെ അതായത് അവിടെ ഇല്ലീഗൽസിൽ ഉള്ളവരെ ഒരുപാട് ഡിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായിട്ട് ഞങ്ങളുടെ കടയ്ക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത കടകളിൽ വരെ അവർ വന്നു ഡിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഞങ്ങളുടെ കടയിലോട്ട് മാത്രം വന്നില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമായിരുന്നു അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ ടെക്നോളജിക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച നാട്ടിൽ നിന്ന് സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും അതും നേഴ്സിംഗ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന സെക്കൻഡ് ഡിഗ്രിയാണ്. അതായത് ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അവരൊന്നുകിൽ പ്രൊഫഷണൽസാണ്, ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പഠിപ്പിക്കാനൊക്കെ കയറിയപ്പം. എൻ്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 4 മണിക്കൂർ ക്ലാസ് എടുക്കണം എല്ലാ ചൊവ്വാഴ്ചയും. പിന്നെ ക്ലിനിക്കിൽ പിള്ളേരെ കൊണ്ടുപോകണം. അപ്പം ഞാൻ കൊന്ത ചൊല്ലിയിട്ട് പോവും, പറ്റുന്നിടത്തോളം ദിവസം കേട്ടോ, എല്ലാ ദിവസവും അല്ല. അതുപോലെ പ്രാർത്ഥിച്ചെന്നും കൊന്ത കൈ പിടിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത ഉണ്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പം. ഈ പിള്ളേർ എന്നോട് അവരുടെ മുമ്പിൽ അവർ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടാണ് അവർ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്. എന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പം നഴ്സിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റായിട്ടുള്ള ഫീൽഡല്ലേ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് അറിയത്തില്ലാത്ത കാര്യം ഞാൻ വായിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം ഒന്നുകിൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യമായിരിക്കാം. എൻ്റെ നാവിൻ തുമ്പിലോട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടും. അപ്പം പിള്ളേരൊക്കെ എന്നോട് പറയും, ഓ മിസ്സിനെല്ലാം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇത് ഞാനല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമാണ്. കാരണം ഞാൻ എൻ്റെ കൊന്ത അവരെ കാണിച്ചിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. അതുപോലെ പിള്ളേരുടെ എക്സാമിനൊക്കെ വരുമ്പം ഞാൻ എക്സാമിന് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ അവർ എന്നോട് ചോദിക്കും, മിസ്സേ പ്രാർത്ഥിക്കാൻ മറക്കല്ലോ കേട്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതുപോലെ അപ്പം എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന കോളേജിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. അതുപോലെ ഞാൻ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം, അതുപോലെ തന്നെ കോളേജിലും എനിക്ക് നമ്മൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ കോട്ടിൻ്റെ പുറകിൽ ഞാൻ ഉടമ്പടി വചനമായ എഫേഷ്യൻസ് 2:8-9 ഞാൻ ആ വചനം ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിട്ടുകൊണ്ട് പോകുമ്പം വാട്ട് ഐ മിസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അത് വായിക്കുമ്പം ഒരു ദിവസം ഒരു 2-3 പേര് എന്നോട് പറയും, നന്നായിട്ടുണ്ട് നീ എഴുതിയത്, യു ആർ ടു ബോൾഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം വചനം എന്നെക്കൊണ്ട് ചിലപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ ദേഹത്തുള്ള എഴുതുന്നതിൽ നിന്ന് ആൾക്കാരത് കണ്ട് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും, ഞാനൊരു മരിയൻ മിഷണറിയാണ്. അതൊരിക്കൽ ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ നിന്നാണ്. ആ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മരിയൻ മിഷണറിയാണെന്ന്. അപ്പം എനിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതുപോലെ ഹോസ്പിറ്റലൊക്കെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ രാത്രിയിൽ എൻ്റെ കൂടെയുള്ളൊരു ചേച്ചിയായിട്ട് പോയിട്ട് ഞങ്ങൾ പേഷ്യൻസിനെ കുളിപ്പിക്കാനൊക്കെ കൂടും. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും. അതുപോലെ സ്പാനിഷും ഇംഗ്ലീഷ് പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ, അതുപോലെ കോളേജിൽ എൻ്റെ പിള്ളേരെ എൻ്റെ അടുത്ത് വന്ന് എക്സാമൊക്കെ റിവ്യൂ ചെയ്യാൻ വരുമ്പം അവർക്ക് ഞാൻ പേപ്പർ കൊടുക്കും. അതുപോലെ മാതാവിൻ്റെ രൂപം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊന്തയും വാങ്ങി കൊന്ത വെഞ്ചിരിച്ച് ഇതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെനിക്ക് എൻഡ് ഓഫ് ദ സെമസ്റ്ററിൽ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് മിക്കവാറും മാതാവിൻ്റെ സ്റ്റാച്യുവോ അല്ലെങ്കിൽ കുരിശോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം. കാരണം അവർക്കറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ അവരോട് പറയുന്നതും അതാണെന്ന്. പിന്നെ
കാരുണ്യപ്രവർത്തികളായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെ മദർ തെരേസ ഹോമിൽ പൈസ കൊടുക്കുക, അവർക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കഴിവതും ഞാൻ മുടക്കാറില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മടുത്തിട്ടാണെങ്കിലും ഞാൻ പോകാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കഴിവതും 99% പ്രാർത്ഥന ചൊല്ലും. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായന. ചിലപ്പോൾ ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്, കുറച്ച് സമയം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോനിന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കാശുരുവന്താ, ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുക, അമ്മ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ ആ വിശ്വാസം ഞാനെടുത്ത ഉടമ്പടിയിലൂടെ എൻ്റെ മക്കൾക്കും ആ വിശ്വാസം കിട്ടിയതോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരാണെങ്കിലും കഴിവതും കുർബാനയിലൊക്കെ പോവും. ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ കുടുംബത്തോടു കൂടി ആത്മീയമായിട്ട് പണ്ടുള്ളതിലും ഒരുപാട് മാറ്റം ഞങ്ങൾക്ക് വന്നു. മരണം വരെ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടുത്തെ പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. I'm very grateful for the opportunity to come here. ആദ്യമായി തന്നെ എൻ്റെ ജീവനെ സംരക്ഷിക്കുകയും എന്നെ കാത്തുപരിപാലിക്കുകയും എൻ്റെ കുടുംബത്തെ ഒന്നരംഗം ചേർത്ത് നിർത്തുകയും ചെയ്ത ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ഒരു രണ്ട് വർഷത്തിന് മുൻപ് എനിക്ക് ഹൃദയസംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ വാൽവ് 1997 എൻ്റെ ഒരു വാൽവ് മാറ്റിവെച്ചതായിരുന്നു, ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കൊരു യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഞാൻ നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്തിരുന്നു. ഞാൻ ചെയ്തിരുന്ന ജോലികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണ്. മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തടിയൊക്കെ കാവുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് താഴ്ന്നു പോവുകയും ഞാനൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്നെ അവിടുത്തെ ഡോക്ടർമാരെ ICUലോട്ട് റെഫറി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് എന്നെ ആകപ്പാടെ തകർന്നു പോയി. കാരണം നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്ത, അതിന് മുമ്പിലത്തെ ആഴ്ചയിൽ പോലും നല്ല ഹെവി ആയിട്ടുള്ള ജോലി ചെയ്ത ഞാൻ പെട്ടെന്ന് എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഈശോയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, ഈശോയെ 10 വയസ്സ് മുതൽ ഞാൻ രോഗിയായിരുന്നു. എന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് ഞാൻ വന്നു. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അപ്പൻ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്കൊന്നൊരു ഒരുപാട് അവരുടെ കൂടെ ജീവിക്കണം. അങ്ങനെ ഈശോയുടെ ഇടപെടലിൽ മാത്രമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് എന്നെ ഈശോ അവിടുന്ന് രക്ഷിച്ചു. കാരണം ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാതിരിക്കത്തില്ല. കാരണം അത്രയ്ക്കും വലുതാണ് പരിശുദ്ധ അമ്മ. ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണ്, ഗ്യാരണ്ടി. കാരണം അത്രയ്ക്കും ശക്തമായ ഒരു പ്രാർത്ഥനയുള്ള വീടാണ് എൻ്റേത്. അങ്ങനെ ഇവിടെ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന ഡോക്ടർ എൻ്റെ പറഞ്ഞ്, ഇയാളെ എന്തിനാണ് ഇവിടെ കിടത്തിരിക്കുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ അതിൻ്റെ അത്ഭുതം തന്നെയാണത്. കാരണം എന്നെ അവിടുന്ന് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് നേരെ വാർഡിൽ കൊണ്ടുപോയി. അപ്പം സാമ്പത്തികം വളരെ ഞെരുക്കമുള്ള ആളാണ് ഞാൻ. കാരണം ഒരു വലിയൊരു പ്രോജക്റ്റ് എടുത്ത് 30-35 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എടുത്ത് ഒരു തടി മില്ല് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഉണ്ടായത്. നിരവധി പേരുടെ പൈസ മേടിച്ചും ലോൺ എടുത്തുമൊക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗം വരുന്നത്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ അവസ്ഥയെ വെറും 3 ദിവസം കൊണ്ട് തന്നെ ദൈവം ഈ പരിശുദ്ധ അമ്മയുടെ ഈ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്നും അമ്മയുടെ ഇടപെടലിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കാരണം പെട്ടെന്ന് ഞാൻ റിക്കവർ ആയില്ലെങ്കിൽ എൻ്റെ ലോണുകളെല്ലാം മുടങ്ങും. എനിക്ക് ജോലി സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം താളം തെറ്റും. പക്ഷേ അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ ഒരു
പതുക്കെ ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 10 കിലോ വെയിറ്റ് പോലും എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എനിക്ക് ഹാർട്ട് ബീറ്റ് ഇപ്പോഴും ഒരു 50 ഉണ്ടാകത്തുള്ളൂ. 28-30 ഹാർട്ട് ബീറ്റിൽ നിന്ന് ഇപ്പോൾ 50 ഹാർട്ട് ബീറ്റ് എനിക്കുണ്ട്. കാരണം എൻ്റെ അമ്മമാതാവിനോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 4-ാം തീയതി വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. കാരണം ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകൾ എപ്പോഴും പറയും, അപ്പാ പോയി ഉടമ്പടി എടുക്കണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. കാരണം അപ്പാടെ ഉടമ്പടിയിൽ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് എൻ്റെ മകൾ പറയുമായിരുന്നു. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഫെബ്രുവരി 4-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എൻ്റെ മൂത്ത മകളാണിത്, അന്ന ഹെലൻ. അദ്ദേഹത്തിന് മത്സര ദിവസവും കൂടിയാണെന്ന്. അതായത് ഇയാൾ റോവിങ് ചെയ്യുന്ന ആളാണ്. നമ്മളുടെ കേരള സ്പോർട്സ് കൗൺസിലിൽ റോവിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ റോവിങ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം തന്നെയാണ് ഞാനിവിടെ വന്ന്, ഞങ്ങളെല്ലാം അത് എന്ത് മത്സരം വന്നാലും ഇവിടെ വന്ന് ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്ക് മെഡലുകൾ കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം അന്ന് ഞാൻ പറഞ്ഞത്, ദൈവമേ, ഞാൻ മുകളിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുകളിൽ പോയി അവിടെ ചെന്ന് ഉടമ്പടിയിൽ എഴുതി കൊടുത്തു എൻ്റെ മകൾക്കൊരു ഗോൾഡ് മെഡൽ നൽകണം. കാരണം 4 വർഷം അവൾ വർക്ക് ചെയ്തിട്ട് ഒരു മെഡൽ പോലും കിട്ടിയിട്ടില്ല. മെഡൽ കിട്ടിയിട്ടുണ്ട്, സിൽവറും ബ്രോൺസുമേ കിട്ടത്തുള്ളൂ, ഗോൾഡ് കിട്ടത്തില്ല. കാരണം അത്രയ്ക്കും ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. സർവീസസും ആയിട്ടുള്ള മത്സരത്തിലാണ് മത്സരിക്കുന്നത്. അപ്പം ഒരു ഗോൾഡ് മെഡൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഉടമ്പടി കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എൻ്റെ മകൾക്ക് ഗോൾഡ് മെഡൽ നൽകി ഈ പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ചു. അതാണ് ഈ ഗോൾഡ് മെഡൽ. ഈ ഗോൾഡ് മെഡൽ ഇത് ആ ദിവസം കിട്ടിയതാണ്. കാരണം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അത് രക്ഷപ്പെടുന്ന എൻ്റെ മകൾ പറഞ്ഞപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം ഇങ്ങനെ നിരസിച്ചു. കാരണം എനിക്ക് അതിനെ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ മകളുടെ നിരന്തരമായിട്ടുള്ള പറച്ചിൽ കൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ ഇവർ സർവീസുമായിട്ട് മത്സരിക്കുന്നവർക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് കിട്ടി. അതിനുശേഷം അത് ഞാൻ മോളുടെ കൊടുക്കാം. മോൾ അതിൻ്റെ സാക്ഷ്യം പറയുന്നതാണ്. എൻ്റെ പേര് അന്ന ഹെലൻ ജോസഫ്. ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഞാൻ റോവിങ് പ്ലെയറാണ്. ഈ ഗോൾഡ് കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ടുള്ള ടീമായിരുന്നു. ഞങ്ങൾക്ക് 4 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ആണെങ്കിൽ ഫൈനലിനൊക്കെ മുമ്പ് തലേന്നും റിപ്പിയുടെ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ടിരിക്കുമായിരുന്നു. ഫുഡ് പോയ്സൺ അടിച്ച് ഞാൻ 2 ദിവസം ട്രിപ്പ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫൈനലിൻ്റെ സമയത്താണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് തീരെ വയ്യാണ്ട് ട്രിപ്പ് ഇട്ടിരിക്കും. അപ്പോൾ പറഞ്ഞു ഫുഡ് പോയ്സണാന്ന് കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ അങ്ങ് ടയേർഡായി, ടെൻഷനും മൊത്തത്തിൽ ഭയങ്കര ഡൗണായി. അത് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ മാതാവിന് ഉപ്പൊക്കെ എനിക്ക് എപ്പോഴും മത്സരത്തിന് മുമ്പ് വീട്ടിൽ തന്നു വിടുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കൊന്തയും ചൊല്ലുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത്രയും ഇതായിട്ട് നിൽക്കുവാണ്, തൈലവും തന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടം വരെ വന്ന് പിന്നെ എനിക്കാണ് ഇപ്പോൾ വയ്യാണ്ട് ഇരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനായി. അപ്പോഴത്തേക്ക് പിന്നെ ആ പിറ്റേ ദിവസം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കോമ്പറ്റീഷൻ ദിവസം അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ കയ്യിൽ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഞാൻ ഉപ്പും കൊടുത്തു, തൈലവും നെറ്റിയിൽ പൂശിക്കൊടുത്തു. പിന്നെ ഞങ്ങളുടെ വള്ളത്തേൽ ഞാൻ ഇച്ചിരി ഉപ്പും തൈലവും പൂശി, അത് അങ്ങനെ പൂശി. പിന്നെ ഞങ്ങൾ ആ റേസ് അടിക്കുകയും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും മാതാവിൻ്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തന്നെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. അതുപോലെ എൻ്റെ ഈ അസുഖം ഇങ്ങനെ ആയല്ലോ. അപ്പം ഞാൻ ഈ മെനഞ്ഞാന്ന് ഞങ്ങൾ വാഗമൺ കുരിശുമലയിൽ പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് കയറാൻ പറ്റത്തില്ല, കാരണം നീ ഇത്രക്കും ഹാർട്ട് ബീറ്റ് കുറവുള്ള ആളല്ലേ, അപ്പോൾ ഇത്രയും മുകളിൽ കയറാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്ന് 1-ാം സ്ഥലത്ത് മുതലേ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും ഫിറ്റല്ലാത്ത ഞാൻ ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ കയറി അവസാനം ഈശോയുടെ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് പോയി എനിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാനും ഈശോയുടെ കാൽക്കൽ വീണ് എൻ്റെ സംരക്ഷിച്ചതിനോർത്ത് നന്ദി പറയാനും എനിക്ക് സാധിച്ചു. വാഗമൺ കുരിശുമല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. കാരണം ഒത്തിരി ഉയരത്തിൽ കയറണം. ഈ ഹാർട്ട് ബീറ്റ് കുറവുള്ള ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇന്നലെയാണ് രാവിലെ എണീറ്റിട്ട് എനിക്കൊരു ക്ഷീണവുമില്ല. കാരണം ഇത്രയും ഒരു 10 കിലോ വെയിറ്റ് പോലും എടുക്കാൻ പറ്റാത്ത എനിക്ക് ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ എന്നെ കൊണ്ടേ നിർത്തുമെങ്കിൽ ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് കുറവാണെങ്കിൽ
പെട്ടെന്ന് കുഴച്ചിലുണ്ടാവും, ശരീരം കുഴച്ചിലുണ്ടാവും, തല പെരുക്കും. അങ്ങനെയുള്ള എന്നെ ഈ വാഗമൺ കുരിശുമലയിൽ കൊണ്ടുപോയി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുമ്പേ നിർത്തി ഈശോയുടെ സാക്ഷിയാക്കാൻ എന്നെ സാധിച്ചെന്നോർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ക്ഷീണം വരുന്നതിന് സമയത്ത് തന്നെയാണല്ലോ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് എടുത്തെന്ന് പറഞ്ഞത്. ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ പൈസ, അതായത് 35 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരുപാട് തടസ്സങ്ങളാണ്. ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കാൻ വരുമ്പോഴത്തേക്കും അത് സാധിച്ചു കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ രണ്ടും കൽപ്പിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഇവിടെ വന്ന് അച്ഛൻ്റെ അടുക്കൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഈ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുക്കൽ വന്ന് ഇവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടി. അപ്പോൾ ഇവിടെ മുട്ടയിൽ നിന്ന് അച്ഛൻ ഈ മില്ലിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി ഈശോയപ്പാടും അമ്മ മാതാവിനോടും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടു തന്ന്. പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞെന്നാൽ അതാണ്. കാരണം അടുത്ത ദിവസത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അപ്പം മെയ് മാസമാണ്, മാതാവിൻ്റെ മെയ് മാസത്തിലാണ് ഞാനിത് എനിക്ക് ഈ ഫോട്ടോ എടുത്ത് കൊടുത്തത്. അപ്പം നമുക്കൊരു ഡേറ്റ് കിട്ടണം നമുക്ക് തുടങ്ങാനായിട്ട്. എല്ലാം സാധിച്ചു കിട്ടിയില്ലെങ്കിലും നമുക്ക് വേണ്ട, നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ദിവസം കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ഭാര്യ ബൈബിള് തുറന്നു. ഏശയ്യായുടെ 31-ാമത്തെ അധ്യായമാണ് കിട്ടിയത്. അപ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ വണക്കം കടശിയാണെന്ന്. കാരണം ഞങ്ങൾ ചെറുതിലെ മുതൽ പരിശുദ്ധ മാതാവിൻ്റെ വണക്കം കടശിക്ക് മാല കോർക്കുകയും അമ്മ മാതാവിൻ്റെ കഴുത്തിൽ മാല ഇടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്മ മാതാവ് ആ ദിവസം തന്നെ അതൊന്ന് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ വണക്കം കടശിക്ക് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ആരെയും വിളിച്ചില്ല, ഞാനും എൻ്റെ തൊഴിലാളികളും അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ കൂടി ഈ സ്ഥാപനം അങ്ങ് ഓടിച്ചു. ഒരുപാട് തടസ്സങ്ങൾ അതിന് ശേഷം പിന്നെയും ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ജോലിയില്ലാതെ ഈ സ്ഥാപനം നിന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം ഈ മില്ലിൽ വരാനുള്ള തടികളും മറ്റ് സാധനങ്ങളും പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വരെ വന്ന 40 ടൺ വിറകാണ് ഇന്നലെ എനിക്ക് നമ്മളുടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നത്. 40 ടൺ വിറകിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. വിറക് കമ്പനികളിലൊക്കെ വിറകറുത്ത് ബോയിലറിൽ കത്തിക്കുന്ന വിറക് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേണ്ടുന്ന ഈ വിറകുകൾ ഇതിന് മാത്രം നമുക്ക് എവിടെ കിട്ടുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ വന്നിരിക്കുന്ന വിറകിൻ്റെ കണക്ക് നമ്മൾ ഒരു ദിവസം എഴുതിയിരുന്നതാണ്. 40 ടണ്ണോളം വിറക്, ടൺ കണക്കിന് വിറകളാണ് എനിക്ക് ഈശോ അപ്പ കൊണ്ടുവന്ന് തരുന്നത്. ഈ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കാരണം ഇത് ഇത്രയും ലക്ഷം രൂപ, 1 ലക്ഷം രൂപയോളം ശരാശരി ലോൺ അടച്ചു പോകണം ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ. ഇപ്പോൾ ഈ 25-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കം ഉണ്ടാകത്തില്ല നമുക്ക്. കാരണം ഈ ലോൺ അടയാനുള്ള ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കയറണ്ടേ. അപ്പോൾ അതൊക്കെ ഈ അമ്മയാണിതെല്ലാം ചെയ്തു തരുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അമ്മയെ കൈപിടിച്ചാൽ അമ്മ ഒരിക്കലും വിടില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എൻ്റെ ഈ തടി മേഖലയാണ്. കാരണം അപ്പം ഞാൻ ചില വീടുകളിൽ ഇപ്പം ഒരു ഭർത്താവ് മരിച്ചുപോയി വണ്ടി ആക്സിഡൻറ്റിൽ, അവിടെ ഒരു മകനും ഡിസേബിലിറ്റിയുള്ളൊരു മോളുമാണുള്ളത്. അവരുടെ വീടില്ല, അവർക്ക് ഒരു പൊളിഞ്ഞ പ്ലാസ്റ്റിക്കിനകത്താണ് അവർ കിടക്കണത്. പക്ഷേ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് ഒരു കട്ടളയും ജനലും ഒക്കെ ഞാൻ തന്നെ വർക്ക്ഷോപ്പിൽ പണിത് കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. 8 ലക്ഷം രൂപയോളം ആ മരിച്ചുപോയ ആളിൻ്റെ ഇത് കോമ്പൻസേഷനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരൻ കൊടുത്തു. അങ്ങനെ ആ വീടിൻ്റെ പണി ഒരു വർഷം കൊണ്ട് ആ വീടിൻ്റെ പണി തീർത്തു. ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ആ വീടിൻ്റെ പെരവാസ്തയിലും കഴിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. അത്യാവശ്യം നമുക്കറിയാവുന്ന കണ്ട് ബോധ്യപ്പെടുന്ന ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തു തന്ന ഈശോപ്പായ്ക്കും അമ്മയ്ക്കും 1000 കോടി